നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ച് നമുക്ക് ചുമരിൽ തൂക്കിയിടാവുന്ന തരത്തിലുള്ള ഒരു പോട്ടാണ് ഉണ്ടാക്കുന്നത്. സ്വയം വെള്ളം നനയ്ക്കുന്ന, അതായത് നമ്മൾ പ്രത്യേകിച്ച് അതിന് മെയിൻ്റനൻസ് ഒന്നും ചെയ്യേണ്ടതില്ല. എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതൊരു PVC പൈപ്പാണിത്. PVC പൈപ്പിൻ്റെ ഒരു കഷ്ണമാണ്. ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു ചെറിയ അലുമിനിയം കമ്പി ഇങ്ങനെ കടത്തി വിട്ട് ഇങ്ങനെ പിടിപ്പിക്കണം. ഇതെന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ഗ്ലാസ് ഇതിലൂടെ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പൈപ്പ് കുറച്ച് ലൂസ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് നല്ല കറക്റ്റ് ടൈറ്റ് ഒരു പൈപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ അഗ്രഭാഗം നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് ഒരു കഷ്ണം തെർമോക്കോള് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചാണ് നമ്മൾ അതിൻ്റെ അഗ്രഭാഗം ക്ലോസ് ചെയ്യുന്നത്. അത് നമ്മൾ അതിലൂടെ മണൽ നിറക്കുമ്പോൾ അത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് വളരെ വളരെ അക്യുറേറ്റ് ആവണമെന്നൊന്നുമില്ല കട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അവിടെ ടൈറ്റായിട്ട് ബ്ലോക്കായി നിന്നാൽ മതി. മണൽ നമ്മൾ അപ്പുറത്ത് കൂടെ മണലിടും, ഇതിലൂടെ വരരുത്, അത്രേ വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ തന്നെ 2-3 ചെറിയ തുളകൾ ഇട്ട് കൊടുക്കുക. കാരണം നമ്മളിത് വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ അതിലൂടെ വെള്ളം അതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ PVC പൈപ്പിനുള്ളിൽ മണൽ നിറക്കണം. ഞാനിവിടെ നിറക്കുന്നത് എംസാൻഡ് ആണ്. നിങ്ങൾക്ക് മണൽ ഉണ്ടെങ്കിൽ മണൽ നിറക്കാം. ഒരു പേപ്പർ കൊണ്ട് ഒരു ഫണൽ ഉപയോഗിച്ച് നിറക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ നിറയ്ക്കാം. ഓക്കെ, ഇത് ഒരു ഇൻസുലേഷൻ ടേപ്പാണ്. ഇനി ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ടേപ്പ് ഒരു വേസ്റ്റ് ഗ്ലാസിൻ്റെ മേലെ ഞാൻ ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ഇൻസുലേഷൻ ടേപ്പിൻ്റെ ആവശ്യമുണ്ട്. വളരെ വീതി കുറഞ്ഞതാണ് വേണ്ടത്. അപ്പം അതിനുവേണ്ടി ഞാൻ അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ നമ്മൾ ചുമരിൽ വെക്കാനായിട്ടൊരു തുള ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വശത്തായിട്ട്, കാരണം നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇത് കാണാത്ത രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. പിന്നെ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ആക്രിലിക് പെയിൻ്റാണ്. അത് ഫാബ്രിക് പെയിൻറ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാധാരണ കടകളിലൊക്കെ കിട്ടുന്നതാണ് 20 രൂപയ്ക്ക്. അതാണ്, ആ പെയിൻ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും എല്ലാം അടിക്കാം. അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടും കൂടി അടിച്ചു കൊടുക്കുക. ഇതൊരു ഒഴിഞ്ഞ ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ ക്യാനാണ്. ഞാൻ അതിൻ്റെ മേലെ ഇങ്ങനെ കമഴ്ത്തി വെക്കുമ്പോൾ, ഇത് നമുക്ക് കമഴ്ത്തി വെക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് നമ്മുടെ കൈയിൻ്റെ മേലൊന്നും പെയിൻ്റ് ആവാതെ നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ തിരിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇങ്ങനെ വെച്ചടിക്കുമ്പോൾ. പിന്നെ നമ്മളതിൻ്റെ മറ്റേ പാർട്ടിലും നമ്മൾ അടിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങാൻ സാധാരണഗതിയിൽ 1-2 മണിക്കൂർ വേണ്ടി വരും. പിന്നെ വെള്ളം ഞാൻ ഏകദേശം നമ്മുടെ ആ പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ചും കൂടി മണൽ അതിൽ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. നമ്മുടെ ആ മേൽ തട്ടിലുള്ള ആ ഒരു ഭാഗത്തേക്ക് അത് ഇറക്കി കൊടുക്കുക. ഇനി ഇവിടെ കുറച്ച് ഗ്രേവൽ ഇട്ട് കൊടുക്കണം. ഇതിൽ കുറച്ച് ഗ്രേവൽ ഇട്ട് കൊടുക്കുക. നമ്മൾ മണ്ണിടുമ്പോൾ അതിലേക്ക് ഇറങ്ങി പോകാതിരിക്കാനൊക്കെ നല്ലതാണ്. ഇത് മണ്ണാണ്. മണ്ണിൽ അല്പം ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മണി പ്ലാന്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഇൻഡോറിന് പറ്റിയ മറ്റു ചെടികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് സ്റ്റോണൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ നൂലിങ്ങനെ കെട്ടി കൊടുക്കുമ്പോൾ നമ്മൾ ആ 2 വെച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ്, ഒരു ഇതുണ്ട്. നമ്മൾ ആ 2 ജോയിനിങ് ഇത് കെട്ടി ആ കറക്റ്റ് ജോയിനിൽ കെട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ആ ജോയിൻ്റ് അവിടെ കാണില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇത് കെട്ടിക്കൊടുത്തുള്ളത്. അതൊരു ഭംഗി കൂടി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ടാപ്പ് ഞാനിപ്പോൾ റിമൂവ് ചെയ്യാണ്. ഈ ടാപ്പ് നമുക്ക് ഇതിലുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയുണ്ടെന്ന് ഇടയ്ക്ക് ഇതിലൂടെ നോക്കി കാണാവുന്നതാണ്. കറക്റ്റ് അത് ക്യാമറയിൽ കാണുന്നില്ല ഇപ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ അളവ്, പക്ഷെ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇതുപോലെ ഒരു സ്ക്രൂവിൽ കൊണ്ടുപോയിട്ട് നമ്മൾ നേരത്തെ തുടക്കത്തിൽ ഒരു തുള ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ,
ആ തുള ഇങ്ങനെ നമുക്ക് തൂക്കിയിടാം. വാളിൽ ഇങ്ങനെ ഇതുപോലെ തൂക്കി വെക്കാം. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.